അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാണിച്ചു തരാം. ഈ കാണുന്നത് ചാണകപ്പൊടി ഉണ്ടാക്കി വെച്ചതല്ലേ? ഉണക്കി ഉണക്കി പൊടിച്ച് വെച്ചതാ. മഴ കൊള്ളാണ്ട് വെയിലത്ത് കവറിലിട്ട് വെച്ചതാണ്. ഓക്കെ, അത് നമ്മൾ മണ്ണിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. എത്ര കോരി വേണം? അതായത് അതിപ്പോൾ ഒരു മണ്ണ് ഒരു 6 കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ 2 കോരിയെങ്കിലും 2 കോരിയെങ്കിലും ചാണകപ്പൊടി അല്ലേ? അപ്പം കൃഷി ചെയ്യുന്നവർക്ക് ഇതൊരു കുഞ്ഞു ടിപ്പാണ്. അതെ. പ്രോ ടിപ്പൊന്നും അല്ല അല്ലേ? വലിയ വലിയ ആളുകൾ പറയുന്ന പോലത്തെ ടിപ്പൊന്നും അല്ല. എന്നാലും ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗം ഫാമിലി ടിപ്പ്, ചെറിയ കുഞ്ഞു ടിപ്പ് അല്ലമ്മ? അമ്മേനെ എപ്പോഴും തോന്നണം അല്ലേ ചെയ്യല്ലേ. ഇത് കുഞ്ഞുകുട്ടാ, ഇത് കുറച്ച് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക കേട്ടോ. നീം ഓയിൽ കേക്ക് എന്ന് പറയും. കേക്ക് എന്ന് വിചാരിച്ചിട്ട് ആരും ചാടി കയറി തിന്നാൻ നിൽക്കണ്ട. നീം ഓയിൽ കേക്ക്, വേപ്പിൻ പിണ്ണാക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതെടുത്തല്ലോ ചാണകപ്പൊടി, ഓക്കെ, അതിൻ്റെ ഹാഫ് എല്ലുപൊടി ഞാൻ പഠിച്ചു. ചാണകപ്പൊടി 2 പൊട്ടി എടുത്തിട്ട് ഇതൊരു പാത്രം. 6 കോരി മണ്ണുണ്ടായിരുന്നു, 2 കോരി ചാണകപ്പൊടി, 1 കോടി. ഇഞ്ചി പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ വ്യൂവേഴ്സൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നും ഇത് പറഞ്ഞ് കളിയാക്കണ്ട. ഞാനും നന്നാവും, ഞാനും വളരെ വലുതാവും. സംശയ കണ്ട യൂട്യൂബ് വീഡിയോ വേണോ? അപ്പോൾ ഉണ്ണിക്കുട്ട അത് ക്ലിയർ ആയിട്ടോ. അപ്പം 6 കോരി മണ്ണിന് 2 കോരി ചാണകപ്പൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, 1 കോരി എല്ലുപൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് തക്കാളി കുഴിച്ചിടാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ തലയിൽ വെള്ളം ഇട്ടുന്നുണ്ട്. മഴ പെയ്തിട്ട് തെങ്ങിൻ്റെ ഈ തെങ്ങ് എൻ്റെ അമ്മോ കൊള്ളാല, നല്ല കായ്ഫലമുണ്ടല്ലോ. ഒന്നുമില്ലായിരുന്നു. നമ്മളെ സമീപനം വരുമ്പോണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് കായ്ക്കും ആണല്ലേ. ഓക്കെ, ഞങ്ങള് എന്താ പറയുന്നത്, ഹൗസ് വാമിങ് നടന്ന സമയത്ത് 1 വർഷമായി. അപ്പം അതുവരെ ഈ തെങ്ങ് പാവപ്പെട്ട ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ താമസിച്ചതിന് ശേഷമാണ് ആൾ കായ്ക്കാൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കൊള്ളാം. ഇത് സെറ്റായോ? ഇത് സെറ്റ് ഗുഡ്. നമ്മൾ മൂന്നാമത്തെ ബാക്കിയുള്ള മടിക്കും മൂന്നാമത്തെ വയ്ക്കും. ആണോ? മൂന്നാമത്തെ വയ്ക്കല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് തക്കാളി. വലുതായി വന്നിട്ടുണ്ട്. വലുപ്പമാകുമ്പോൾ നമ്മൾ മാറ്റി കുഴിച്ചിടാൻ പോവാന്നാണ് നമ്മ പറഞ്ഞത്. പറിച്ചോളൂ, 2 പറിച്ചോളൂ കേട്ടോ. അങ്ങനെ പറക്കണ്ട. വേര് പൊട്ടാൻ പാടില്ല അല്ലേ? അപ്പം പയ്യെ പറക്കണം. ഒരാഴ്ച, ഒരു 4 ദിവസം, മിനിമം 4 days നമ്മൾ ഷാഡോയിൽ വെക്കണം. എന്നിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെയിലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു തൈ ഇതുപോലത്തെ കുഞ്ഞു തൈകളെ പറിച്ച് നടുന്ന സമയത്ത് അതിനെ ഡയറക്റ്റ് കൊണ്ട് വെയിലത്ത് കൊണ്ട് വെക്കരുത് എന്നാണ് അവർ പറയുന്നത്. അതൊരു പ്രോ അഡ്വൈസായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മണ്ണ് നിറയ്ക്കട്ടെ. മണ്ണ് നിറച്ചോളൂ. വെളിച്ചം കുറവുണ്ടല്ലേ? കുറവുണ്ടോ? മഴക്കാറാ. പിന്നെ സമയമായല്ലോ, 6 മണിയായി. ഓക്കെ, ഇതിൻ്റെ നെക്ക് വരെ ആയല്ലോ. അങ്ങനെയുണ്ടോ? അപ്പം കുറച്ച് ആഴത്തിൽ, അതിൻ്റെ ഒരു പകുതി ആഴത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 3 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് അത് വെച്ചത് കേട്ടോ. 3 ഇഞ്ച് താഴത്തിൽ അതിന് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഹൈബ്രിഡ് തക്കാളി. ഞാൻ ഈ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മയും അച്ഛനും കൂടി മുളപ്പിച്ച
തൈയാണ്. നമുക്ക് രണ്ടാമത്തെ ചട്ടി നടക്കുന്നുണ്ട്. കാർ പോർച്ചിനായതുകൊണ്ട് മഴ കിട്ടുന്നില്ല, അതുകൊണ്ട് നന്നായി. കുറച്ചും കൂടി സ്വല്പം എന്നത് താഴെ. ഞാൻ ചാണകപ്പൊടി മൂടി വെക്കട്ടെ കേട്ടോ പ്രവേ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അച്ഛൻ ചാണകപ്പൊടി മൂടി വെച്ചു കേട്ടോ. ഓക്കെ അച്ഛൻ. ഇനിയിപ്പോൾ എത്ര വലിയ മഴ വന്നാലും നോ പ്രോബ്ലം. ഇത് മാറ്റി ചാണകപ്പൊടി മഴ പെയ്ത് കേടുവരാണ്ടിരിക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന മണ്ണ് അവർ മഴ കൊള്ളാണ്ടിരിക്കാൻ എടുത്തു വെക്കുന്നുണ്ട്. നാളെ വീണ്ടും തുടരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ കാണാം. തക്കാളിയുമായിട്ട് നാളെ വീണ്ടും വരും. അതെ, തക്കാളി. അതെ, ഞങ്ങൾ വഴുതനങ്ങയും മുളകും പോലെ ഞങ്ങൾ ഇനി തക്കാളിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ആളുകൾക്ക് വെറുപ്പായിട്ട് തോന്നുന്നുണ്ടാവും. അതിന് മാത്രം മോശമായിട്ടൊന്നും ഞങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മഴ പെയ്തു. ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ. Special cheese. Okay.